ഒരു ഓമയ്ക്കത്തോൻ അഥവാ കപ്പളങ്ങാത്തോൻ ഉണ്ടാക്കിയാലോ. കപ്പളങ്ങ ചെത്തി വൃത്തിയാക്കുക. ഇനി അതിന് വേണ്ട അരപ്പോൾ നോക്കാം. തേങ്ങാപ്പീര, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി, വെളുത്തുള്ളി. ചെറു ജീരകമാണ് കേട്ടോ, വലിയ ജീരകമല്ല. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ കല്ലേ വെച്ച് ചതയ്ക്കുക. പിന്നെ വേണ്ടത് കപ്പളങ്ങ കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഞാൻ തവിടെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ കളർ ഇത്. എണ്ണ മൂത്ത് വരുമ്പോഴത്തേക്ക് കടുകിട്ട് കൊടുക്കുക. ഈ സമയത്ത് കറിവേപ്പിലയോ ചുമന്ന മുളകോ ചന്തമുളകോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇച്ചിരി നേരം ഇളക്കണം. ഗ്യാസ് സ്ലോയിൽ വെക്കണം. ഇനി കൊത്തിയരിഞ്ഞ കപ്പളങ്ങ അഥവാ ഓമയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ചെറു തീ വെച്ചിട്ട് ഇത് പൊത്തി വെച്ച് നമുക്ക് അടച്ചു വെക്കാം. അതിന് ശേഷം സ്വല്പം വെള്ളം കൂടെ ചേർത്ത് 2-3 പ്രാവശ്യം പൊത്തി വെച്ച്